ഇത് കഴിച്ചിട്ടും തീരുന്നില്ലല്ലോ. എത്രയെന്നും പറഞ്ഞ ഒരാൾ കഴിക്കും. ഞാൻ നിൻ്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞാണ് ഇത്രയൊന്നും ഉണ്ടാക്കണ്ടാകുന്നു. പായസം, തെരളി, മണ്ടപ്പൂച്ച്, ഇതൊക്കെ ആർക്കാണ്? ഇത്രയും വലിയ കലം വാങ്ങിച്ചോണ്ട് വന്നാൽ അതിന് തക്ക അരിയും ശർക്കര ഇട്ടല്ലേ പറ്റൂ. ഞാൻ കല മാത്രമല്ലേ വാങ്ങിച്ചോളൂ. ഈ മണ്ടപ്പൂറ്റും തെരളിയൊക്കെ എവിടെ നിന്ന് വന്നു? അതൊക്കെ കിറ്റിന്റെ കൂടെ കിട്ടിയ ഫ്രീ ആണ്. അപ്പൊ പിന്നെ അതൊക്കെ വെച്ചല്ലേ പറ്റൂ. ദേവിക്ക് കൊടുക്കാന്നങ്ങ് വിചാരിച്ചു. ഇതൊരു അവസരമാക്കി കിറ്റ് വരെ ഇറക്കിയ. ഇതിനിപ്പോ എന്ത് ചെയ്യുമെന്ന് പറയും. ഇതിന് ആർക്കും കൊടുക്കാനാണ്? നിങ്ങളൊരു കാര്യം ചെയ്യും, അപ്പുറത്ത് അനൂപിന് കൊണ്ടുപോകും. അവരിട്ട് പൊങ്കാല. ബിബിനും ഇട്ടേ. എന്നാ പിന്നെ നമുക്ക് നിതിൻ ചേട്ടന് കൊടുത്താലും. അമ്പിളിയും ഇട്ടടോ. ഇതിന് ആർക്കെന്നും പറഞ്ഞ് കൊടുക്കുക. എല്ലാവരും അനീഷേട്ടൻ ഇട്ട് കാണൂല. അനീഷേട്ടന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ചേച്ചിക്കും ഡ്യൂട്ടി ഉണ്ട്. അവർ മാത്രമേ കാണുള്ളൂ ഇടലെന്ന് പറഞ്ഞു. പക്ഷെ ഇത്രയൊക്കെ എങ്ങനെ കൊണ്ട് കൊടുക്കൂടെ? ഞാൻ പാക്ക് ചെയ്ത് തരാം, നമുക്ക് കൊണ്ട് കൊടു. ദേവിയുടെ പ്രസാദം അല്ലേ, കഴിക്കട്ട്. എന്നാ പിന്നെ നീ പാക്ക്. നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾ കുറച്ച് പൊങ്കാല പൈസ കൊടുക്കാൻ വന്നേ. ഇതൊക്കെ കയറില്ലേ കൊടുക്കാന്ന് വിചാരിച്ചു. കൂടിപ്പോയല്ലേ? ഇതൊക്കെ ആവശ്യത്തിന് ഉണ്ടാക്കാൻ വീട്ടുകാരുടെ അടുത്ത് പറയണ്ടേ? നമുക്ക് വേണ്ടത് മാത്രം ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. ഞാന് പൊങ്കാലട, കുറച്ച് പ്രസാദം അനീഷേട്ടൻ കൊടുക്കാൻ വേണ്ടി. പായസം പൊങ്കാലയല്ലേ?